Welcome to AAA Profit Analytics Weekly Market View dated 9th June. ഈ വീക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് 11th മുതൽ 15th ജൂൺ വരെയുള്ള ഡേയ്സ് ആണ്. ഈ ആഴ്ചയിൽ ഫ്രൈഡേയും നമുക്ക് വർക്കിംഗ് ഡേ തന്നെയാണ്, ഹോളിഡേയ്സ് ഇല്ലാതെ 5 വർക്കിംഗ് ഡേയ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് തുടങ്ങിയത് RBI പോളിസി റിവ്യൂ മീറ്റിങ്ങിന് മുന്നോടിയായിട്ട് ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് തുടങ്ങിയത്. അതിനുശേഷം RBI റേറ്റ്സ് ഹൈക്ക് ചെയ്യുമ്പോൾ നോർമലി മാർക്കറ്റിൽ ഒരു കറക്ഷനാണ് സാധാരണ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ GDP data, GDP expected 2019 GDP expect ചെയ്യുന്നത് 7.4% ഗ്രോത്ത് ആണ് എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി ഒരു ന്യൂട്രൽ സ്റ്റാൻസ് ആണ് RBI എടുത്തതെന്നുകൊണ്ട് തന്നെ മാർക്കറ്റിനെ അത് വളരെ പോസിറ്റീവായാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിരുന്നു ട്രേഡ് ചെയ്യാനെന്ന് പറയാൻ. കാരണം മാർക്കറ്റ് 2 ദിവസം വളരെ നെഗറ്റീവായിട്ട് ട്രെൻഡോടുകൂടി ട്രേഡ് ചെയ്തതിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ വീക്കിലി റിവ്യൂവിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി, മാർക്കറ്റ് RBI പോളിസി റിവ്യൂവിന് ശേഷം ഒരു 11,000 ലെവലിലേക്ക് ഉള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുകയുണ്ടായി. പക്ഷേ നമ്മൾ ഡെയിലി ട്രേഡിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള പല തവണ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുകയും ട്രേഡേഴ്സിനെ കുറേ അധികം സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റി ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എന്തായാലും ഇതുപോലെയുള്ള ട്രേഡിംഗ് വീക്സ് വളരെ ബുദ്ധിമുട്ടാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും കുറേ അധികം സ്റ്റോക്കുകളിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഫ്ലക്ച്വേഷൻ കുറേയധികം കൺസേൺ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സിൽ ചിലതിലെല്ലാം ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ കഴിഞ്ഞ ആഴ്ച കണ്ടതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് ബാക്ക് ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി കീ റേറ്റ്സ് 25 ബേസിസ് പോയിന്റ്സ് ഉയർത്തുകയാണ് ഉണ്ടായത്. റിപ്പോ റേറ്റ് 25 ബേസിസ് പോയിന്റ്സ് ഉയർന്ന് 6.25ലേക്കും അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റ് 25 ബേസിസ് പോയിന്റ്സ് ഉയർന്ന് 6%ലേക്കുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരു ന്യൂട്രൽ സ്റ്റാൻസ് ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ അടുത്ത വർഷത്തേക്കുള്ള GDP ഫോർകാസ്റ്റ് 7.4% ആണ് RBI ഡിക്ലെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് വളരെ എന്തോസിയാസത്തോടു കൂടി ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് RBI പോളിസിക്ക് ശേഷം അതുപോലെ തന്നെ വ്യാഴാഴ്ചയും ഷാർപ്പായിട്ടുള്ള അപ്വേർഡ് മൂവ്മെൻ്റാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഫ്രൈഡേയിൽ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടെങ്കിലും അടുത്ത ആഴ്ചയ്ക്കുള്ള ഒരു പൊസിഷൻസ് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാം എടുക്കാൻ തുടങ്ങിയതോടുകൂടി വീണ്ടും മാർക്കറ്റ് വളരെ 1 പോയിന്റ് നെഗറ്റീവായാണ് ഫ്രൈഡേ ക്ലോസ് ചെയ്തത്. മോർ ദാൻ 2 മണി വരെയും മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്നത് നെഗറ്റീവ് ടെറിട്ടറിയിലാണെങ്കിലും ലാസ്റ്റ് ആ ലോസ് എല്ലാം റിക്കവർ ചെയ്ത് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ അടുത്ത വീക്കിലേക്കുള്ള ഒരു പൊസിഷൻ നമുക്ക് അനലൈസ് ചെയ്യുന്നത് നമ്മുടെ മേജർ ചാർട്ടാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു 10,733 എന്ന ടാർഗറ്റ് നിഫ്റ്റി ടെസ്റ്റ് ചെയ്ത് 10,767 ഈ റെസിസ്റ്റൻസിന് മുകളിലാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് അടുത്ത പ്രീവിയസ് ഹൈ ആയിരുന്ന 10,929 എന്ന ഒരു ഹൈ വീണ്ടും നിഫ്റ്റി ടെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ടാർഗറ്റാണ് 10,929. അവിടെ ആ ലെവലിന് മുകളിലേക്ക് 11,000 ടെസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ 10,929 മുകളിൽ നിഫ്റ്റി വരുന്ന ആ ഒരു പൊസിഷൻ മുതൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് ജൂൺ മാസത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് 10,419 അതുപോലെ തന്നെ 11,171 എന്ന ലൈഫ് ടൈം ഹൈ, ഈ 2 റേഞ്ചിനും ഇടയിലായിരിക്കും ഇനി ജൂൺ മാസത്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ്. അതേസമയം മാർക്കറ്റിൽ എപ്പോഴെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ മേജർ സപ്പോർട്ട് വരുന്ന ഒരു ഏരിയ 10,575 റേഞ്ചിലായിരിക്കും. അതുപോലെ ഈ ലെവലിന് താഴെ വരുന്ന മേജർ സപ്പോർട്ട് വരുന്നത് 10,325 ആണ്. എന്തായാലും 10,555 അതുപോലെ 10,575 എന്ന് പറയുന്ന ഈ സപ്പോർട്ട് സോണിൽ നിന്ന് മാർക്കറ്റ് താഴെ പോകുമെന്ന് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു.
പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഒരു 11,000 മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത്. കാരണം പ്രത്യേകിച്ചും നമുക്ക് നിഫ്റ്റിയുടെ സ്റ്റോക്കുകളിൽ അതുപോലെ മേജറായിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്കുകളിലേക്ക് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മിഡ് ക്യാപ്സ് സ്റ്റോക്കുകൾ കാര്യമായിട്ട് മുന്നേറിയില്ലെങ്കിലും മാർക്കറ്റും അതുപോലെ തന്നെ നിഫ്റ്റിയും മുന്നോട്ട് പോകാൻ, കാരണം കൂടുതൽ ഫണ്ട് വരുന്നത് ഇനി നിഫ്റ്റി സ്റ്റോക്സിലേക്കും അതുപോലെ തന്നെ മേജറായിട്ടുള്ള മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്കുകളിലേക്കുമായിരിക്കും. പ്രത്യേകിച്ചും സെബിയുടെ പുതിയ റൂൾ വന്നതോടുകൂടി മിഡ് ക്യാപ്സിലേക്കുള്ള അലോക്കേഷൻ മ്യൂച്വൽ ഫണ്ട്സിന് കുറയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ചേഞ്ച് ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ളൊരു ചേഞ്ച് ഒരുപക്ഷെ നിഫ്റ്റി സ്റ്റോക്സിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ നിഫ്റ്റിയുടെ ഈ ഇയറിലെ ടാർഗറ്റായിട്ടുള്ള 11,800 ലെവലിലേക്ക് ഒരുപക്ഷെ വളരെ ഷാർപ്പായിട്ട് തന്നെ മാർക്കറ്റ് മുന്നേറിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അതിൽ ബൈയിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ചേഞ്ച്, പ്രത്യേകിച്ച് നമുക്കറിയാം SIP റൂട്ടിലൂടെയെല്ലാം മ്യൂച്വൽ ഫണ്ട്സിൽ ഇപ്പോൾ ലേഡീസ് വളരെ കാര്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എംപ്ലോയിഡ് ആയിട്ടുള്ള ലേഡീസ് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ റൂട്ടിലൂടെയുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ അതിലൂടെ വരുന്ന എമൗണ്ട് കൂടുതലും ഇനി ഒരുപക്ഷെ നിഫ്റ്റി സ്റ്റോക്സിലേക്കും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളിലേക്കും വരികയാണെങ്കിൽ നിഫ്റ്റി മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു റാലി കണ്ടേക്കാം. അതേസമയം വളരെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ ഒരുപക്ഷെ കാര്യമായിട്ടുള്ള മുന്നേറ്റവും നടത്താതെ ആ ഒരു ലെവലിലേക്ക് വീണ്ടും കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പോലും നിഫ്റ്റിയിൽ ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നിഫ്റ്റിയുടെ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 10,767 കഴിഞ്ഞ വീക്കിൽ 71 പോയിന്റ്സ് അല്ലെങ്കിൽ 0.66% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയുടെ ട്രേഡിംഗ് ഓരോ ഡെയിലി ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ 4th ജൂണിൽ നിഫ്റ്റി 67 പോയിന്റ്സ് താഴ്ന്ന് ആണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ 5th ജൂണിനും RBI പോളിസിയുടെ ഡിക്ലെയർ ചെയ്യുന്നതിന് തലേ ദിവസം 35 പോയിന്റ്സും താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരുന്നതെങ്കിൽ 6th RBI പോളിസി റിവ്യൂവിന് ശേഷം ഷാർപ്പായിട്ടുള്ള ഒരു റാലിയോടുകൂടി 91 പോയിന്റ്സ് ഉയർന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതുപോലെ 7th 83 പോയിന്റ്സിൻ്റെ ഫർദർ ആയിട്ടുള്ള ഒരു റാലിയും നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ ഫ്രൈഡേ നമ്മൾ ജസ്റ്റ് 1 പോയിന്റിൻ്റെ ഒരു മൈനസ് ആയിട്ടുള്ള ഒരു ക്ലോസിങ്ങോട് കൂടി വീക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോക്കുമ്പോൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 12.67 കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഫ്രൈഡേയിൽ 13.7 അത് RBI പോളിസിക്ക് മുന്നോടിയായിട്ട് നോർമലി വിക്സ് കൂടി വരാറുണ്ട്. ഇപ്പോൾ വീണ്ടും 13 താഴെ പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി മാർക്കറ്റിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ട്രെൻഡ് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. നമ്മളൊരു ട്രേഡിംഗ് റേഞ്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്യുമ്പോൾ കാണാവുന്നൊരു ട്രേഡിംഗ് റേഞ്ച് 10,575 അതുപോലെ തന്നെ 10,929 ഇടയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുപോലെ എപ്പോഴെങ്കിലും ഈ റേഞ്ചിന് പുറത്തേക്ക് മാർക്കറ്റ് പോകുമ്പോൾ വീണ്ടും ഈ റേഞ്ചിൻ്റെ അകത്തേക്ക് തന്നെ മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നമുക്കിനി അടുത്ത ആഴ്ചയിലെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഇൻട്രസ്റ്റ് റേറ്റ്സ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഹൈക്ക് ചെയ്തെങ്കിലും മാർക്കറ്റിൻ്റെ മൂഡ് പോസിറ്റീവായി നിലനിർത്താൻ സാധിച്ചത് RBI GDP ഗ്രോത്ത് 7.4% ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ് GST ഇംപ്ലിമെൻറ്റേഷൻ. അതിനുശേഷം വീണ്ടും നമ്മളുടെ GDP ഗ്രോത്ത് 7% മുകളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് അതുമൂലമുണ്ടായിട്ടുള്ള കുറേ നമ്മുടെ എക്കണോമിയിലുണ്ടായിരുന്ന കുറേയധികം പ്രോബ്ലംസ് തീർന്നു വരുന്നു എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് പല ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന റിപ്പോർട്ട്സ് അനുസരിച്ച് എല്ലാം കുറേയധികം നല്ല പ്രതീക്ഷയുള്ള രീതിയിലേക്ക് ഗ്രോ ചെയ്യുന്നു എന്നുള്ളതും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനെ അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ എക്കണോമിക്ക് പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഇതിനെ പോസിറ്റീവായി ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും മാർക്കറ്റ് 2 ദിവസം
മാർക്കറ്റ് കയറിപ്പോയതിൻ്റെ കാരണം. അപ്പോൾ അതിലൊരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വന്നതുകൊണ്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്യും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിന് ഓപ്പോസിറ്റായാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ GDP ഗ്രോത്താണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. കാരണം ഇക്കണോമിയുടെ GDP ഗ്രോത്തിനനുസരിച്ചായിരിക്കും മറ്റുള്ള പ്രത്യേകിച്ചും ഈ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെയൊക്കെ അവരുടെ ബിസിനസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ GDP ഗ്രോത്തിനോട് അനുബന്ധിച്ച് അവർക്കും അതുപോലെ തന്നെയുള്ള കൂടുതൽ ഓർഡേഴ്സും അങ്ങനെയുള്ള ബിസിനസ്സും ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ വരും ക്വാർട്ടേഴ്സിൽ അവരുടെ റിസൾട്ട്സ് നല്ല രീതിയിലുള്ള റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യാനും ഗ്രോത്ത് ഡിക്ലെയർ ചെയ്യാനും ഒക്കെ സാധിക്കുമ്പോൾ അതിനെ നമ്മുടെ മാർക്കറ്റിൽ ഓരോ സ്റ്റോക്കുകളുടെയും പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രൈസുകൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ ആഴ്ച വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വീക്കായിരുന്നു നമ്മുടെ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അഡീഷണൽ സർവൈലൻസ് മെഷർ എന്ന ASM എന്ന ഒരു മെഷർ സെബി ഇമ്പോസ് ചെയ്യുകയുണ്ടായി. അതിൽ അത് ഇമ്പോസ് ചെയ്ത സ്റ്റോക്കുകൾ കാര്യമായിട്ട് കറക്റ്റ് ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ PC ജ്വല്ലറി എന്നൊരു സ്റ്റോക്കിൻ്റെ കറക്ഷനിലുണ്ടായതുപോലെയുള്ള ഒരു ഭീതിയാണ് പലർക്കും ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പല സ്റ്റോക്കുകളും അതുപോലെ തന്നെ തകർന്ന് താഴെ പോകുമോ എന്നുള്ളൊരു ഭയം ജനിപ്പിക്കാവുന്ന രീതിയിലാണ് പല സ്റ്റോക്കുകളും താഴേക്ക് പോയത്. 5% ഫ്ലോറിങ്ങിലൊക്കെ ആയിരുന്നു പല സ്റ്റോക്കുകൾ. അപ്പോൾ അതിൽ പലരും പാനിക്കായിട്ട് വീണ്ടും സെല്ല് ചെയ്യുകയോടെ ചെയ്തപ്പോൾ അടുത്ത ദിവസങ്ങളിലും സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പലതും താഴെ പോവുകയുണ്ടായിരുന്നു. എന്താണ് ഈ ASM അതല്ലെങ്കിൽ അഡീഷണൽ സർവൈലൻസ് മെഷർ എന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് പലരും അതിനടുത്ത് റിയാക്ട് ചെയ്തത്. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ASM എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഈ ASM ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സ്റ്റോക്കിന് ഒരു സർക്യൂട്ട് ഫിൽറ്റർ 5% ആണ് വരുന്നത്. അതായത് ഒരു ദിവസത്തിൽ ആ സ്റ്റോക്കിന് മൂവ് ചെയ്യാവുന്നത് 5% താഴേക്ക് അല്ലെങ്കിൽ 5% മുകളിലേക്ക്. അതിനുശേഷം അന്നത്തെ ദിവസം ആ സ്റ്റോക്കിൽ ആ റേഞ്ചിന് താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ട്രേഡിംഗ് ഉണ്ടാവില്ല. അത് 5% മുകളിലേക്കൊന്നും താഴേക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ 100% മാർജിനാണ് ഓപ്പൺ പൊസിഷൻസിന് ഈ സ്റ്റോക്കുകൾക്ക് വേണ്ടത്. അപ്പോൾ ഫുൾ ക്യാഷ് ഉപയോഗിച്ച് മാത്രമേ ഈ സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൽ ആ സ്റ്റോക്കിൽ അന്ന് തന്നെ വാങ്ങി വിൽക്കുന്ന സ്പെക്കുലേഷൻ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ പല ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 100% ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് ആ സ്റ്റോക്ക് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ ബ്രോക്കേഴ്സ് മാർജിൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരും അങ്ങനെയുള്ള കുറേയധികം പൊസിഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു സെറ്റ് ബാക്ക് ആയിരിക്കാം. പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വറീഡ് ആവേണ്ട വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് സ്പെക്കുലേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രേഡ് ടു ട്രേഡ് ഓൾറെഡി ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് അന്ന് വാങ്ങിയാൽ അന്ന് വിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വന്നതിന് ശേഷം മാത്രമേ വിൽക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ASM സ്റ്റോക്ക് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് വിൽക്കാനും സാധിക്കുകയുള്ളൂ. ഫുൾ എമൗണ്ട് നമ്മൾ ഡെലിവറി എടുക്കാവുന്ന രീതിയിൽ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ സ്റ്റോക്കുകൾ എടുക്കാൻ പറ്റുള്ളൂ. അത് ആക്ച്വലി ഈ മാർക്കറ്റിൻ്റെ ലോങ് ടൈമിൽ വളരെ നല്ലൊരു ഡിസിഷനാണ്. പക്ഷേ ഷോർട്ട് ടൈമിലുള്ള സ്പെക്കുലേറ്റീവ് പൊസിഷൻസിൽ വരുന്ന സെൽ ഓഫ് കൊണ്ടും അതുപോലെ അതിൽ വരുന്ന അങ്ങനെ പെട്ടെന്നുള്ള മൂവ്മെൻറ്റിലുണ്ടായ ലോസ് കൊണ്ട് ആ ട്രേഡേഴ്സ് ആ ലോസ് കവർ ചെയ്യാൻ മറ്റുള്ള സ്റ്റോക്കുകളിലൂടെ അവരുടെ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ മൂലമാണ് ഈ ഇങ്ങനെ സെൽ ഓഫ് ഉണ്ടായത്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു പാനിക് സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ചില സമയത്ത് നമുക്ക് അങ്ങനെയുള്ള പാനിക് സിറ്റുവേഷനിൽ നിന്നും വളരെയധികം നല്ല പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്ന സിറ്റുവേഷൻസും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എന്ത് വൊളാറ്റിലിറ്റി ഉണ്ടായാലും അതിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള നല്ല സ്റ്റോക്കുകളിലൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള ഡിപ്പുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ളവരായിരിക്കും ഒരുപക്ഷെ പ്രോഫിറ്റ് നേടുക. കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ നമുക്കൊരു നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി. നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് നേടാൻ സാധിച്ചൊരു ട്രേഡിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഇനി അടുത്തൊരു മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പലപ്പോഴും നമുക്ക് അറിയാം 2-3 മാസം കൂടുമ്പോൾ പലപ്പോഴും എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷനുള്ളതുകൊണ്ടൊക്കെ മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും കറക്റ്റ് ചെയ്യാൻ ഷാർപ്പായിട്ട് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ
നല്ല സ്റ്റോക്കുകൾ മാത്രമേ ഇങ്ങനെയുള്ള താഴേക്കുള്ള ഷാർപ്പായിട്ടുള്ള ഫോളിൽ ബൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് കൊണ്ടൊക്കെ ഒരു സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് കാണുന്ന ഒരു പുതിയൊരു ട്രെൻഡാണ്, പല കമ്പനികളുടെയും ഓഡിറ്റേഴ്സ് റിസൈൻ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് നമ്മളിപ്പോൾ കാണാറുണ്ട്. അപ്പോൾ അത് കുറച്ച് അങ്ങനെയുള്ള ന്യൂസുള്ള കമ്പനികളൊക്കെ ബൈ ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യരുത് പ്രത്യേകിച്ചും. കാരണം അതൊരു കമ്പനിയുടെ ഓഡിറ്റർ റിസൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഓഡിറ്ററും കമ്പനിയുടെ മാനേജ്മെൻറ്റുമായിട്ടും തീർക്കാൻ പറ്റാത്ത അത്ര സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു ഓഡിറ്റർ റിസൈൻ ചെയ്യുക പലപ്പോഴും. അപ്പോൾ ഒരുപക്ഷെ റീസൺസ് പലപ്പോഴും വളരെ സിമ്പിൾ ആവുന്ന രീതിയിൽ വളരെ സിമ്പിൾ രീതിയിലേക്കായിരിക്കും പറയുന്നതെന്നുണ്ടെങ്കിലും ഒരു ഓഡിറ്റർ ഒരു കമ്പനിയുടെ റിസൈൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് ഞാൻ ഈ ഒരു പുതിയതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ 1-2 മാസത്തിനുള്ളിൽ നമ്മൾ പല കമ്പനീസിൻ്റെയും അങ്ങനെ കാണുകയുണ്ടായി. ആ കമ്പനീസ് അതിനുശേഷം 20-30% താഴേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഷാർപ്പായിട്ടുള്ള ഒരു 20% ഉള്ള കറക്ഷൻസ് വരുന്ന സ്റ്റോക്കുകൾ, വളരെ നല്ല സ്റ്റോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവന്തി ഫീഡ് എന്നൊരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 31 മെയ്ന് 1740 ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഇത് ഷാർപ്പായിട്ട് കറക്റ്റ് ചെയ്ത് 4th ജൂണിൽ 1500 ലെവലിലേക്ക് കറക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ 1500 ലെവലിൽ ആവറേജ് ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ 1600 ലെവലിലും അതുപോലെ 1500ലും അതുപോലെ പിന്നീടും 1400ലും എല്ലാം ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ആക്ച്വലി ഈ സ്റ്റോക്ക് പിന്നീടും കുറേയധികം പിന്നെയും താഴെ പോയി. 5th ജൂണിന് 1235 വരെയും പോയ സ്റ്റോക്ക് പക്ഷേ 7th വീണ്ടും 1900 റേഞ്ചിലേക്ക് തിരിച്ചു വരികയുണ്ടായി. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ട്രേഡ് ഒരു 250 സ്റ്റോക്സ് പല ലെവലിലായിട്ട് വാങ്ങിയപ്പോൾ ഒരു ആവറേജ് റേറ്റ് 1500 അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന സ്റ്റോക്ക് ഒരു 4th ജൂണിനോടുകൂടി അല്ലെങ്കിൽ 5th ജൂണിനോടുകൂടി വാങ്ങാൻ സാധിച്ചിരുന്ന ഈ സ്റ്റോക്ക് 7th ജൂണിന് തന്നെ 1800 ലെവലിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ഒരു 250 സ്റ്റോക്സ് വാങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ജസ്റ്റ് 250 സ്റ്റോക്സ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 75,000 പ്രോഫിറ്റാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള പാനിക് സിറ്റുവേഷൻസ് പലപ്പോഴും നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്തു തരുന്നത് വലിയൊരു അവസരങ്ങളായിരിക്കും. പല സ്റ്റോക്കുകളെയും നമ്മൾ 1700 ബൈ ചെയ്യാൻ പറ്റാതിരുന്ന സ്റ്റോക്ക് 1200 അല്ലെങ്കിൽ 1300 പോലും വാങ്ങാനുള്ളൊരു അവസരമാണ് ഇങ്ങനെയുള്ള ഷാർപ്പായിട്ടുള്ള പാനിക് സിറ്റുവേഷൻസ് നമുക്ക് തരുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ more than 20% പ്രോഫിറ്റാണ് ജസ്റ്റ് 2-3 ഡേയ്സിൽ നേടാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം ഈ കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റിയും അതുപോലെ കമ്പനിയുടെ ഫിനാൻഷ്യൽസിനെ പറ്റിയും. അതുപോലെ തന്നെ മേജറായിട്ടുള്ള വേറെ ഒരു റീസൺ കൊണ്ടല്ല ഇത് കറക്റ്റ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ഒരു പാനിക് സിറ്റുവേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു സെൽ ഓഫിൽ വരുന്ന ഒരു ഷാർപ്പ് ഫോളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അത് ഒറ്റ ലെവലിൽ നമ്മൾ ഒരിക്കലും വാങ്ങാൻ ശ്രമിക്കരുത്. കാരണം അതിന് വീണ്ടും ഒരു ഷാർപ്പ് സെൽ ഓഫുകൾ ഒരു വീണ്ടും അത് താഴെ കുറച്ച് ദിവസങ്ങൾ പോയേക്കാം. അപ്പോൾ പല ലെവലിലായിട്ട് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ആവറേജ് ലെവലിൽ ലഭിക്കും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വൊളാറ്റിലായിട്ടുള്ള വീക്കാണ്, പലപ്പോഴും പല സ്റ്റോക്കുകളും താഴെ പോയിരുന്നെങ്കിലും ഇങ്ങനെ ഒരു അവസരം ഉപയോഗിക്കാൻ സാധിച്ചവർക്കെല്ലാം നല്ലൊരു പ്രോഫിറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ അവാൻഡി ഫീഡിൻ്റെ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ആ ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഫോളും അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള റിക്കവറിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഡീഷണൽ ASM പോലെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള സ്റ്റോക്കുകളുടെ ഒപ്പം തന്നെ ഈ സ്റ്റോക്കും വെറുതെ കറക്റ്റ് ചെയ്ത് പോയതാണ്. ഒരു ദിവസം ഈ സ്റ്റോക്ക് ഫ്ലോറിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് വാങ്ങാൻ സാധിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് പെട്ടെന്ന് തന്നെയുള്ളൊരു പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങളും മാർക്കറ്റിൽ തരും. അപ്പോൾ വളരെ സ്കെയറി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിലും മുതലെടുക്കാവുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മുടെ കുറച്ച്
പ്രോഫിറ്റിൽ ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്കെയറി സിറ്റുവേഷൻസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് എടുത്ത് ആ സ്റ്റോക്കിൽ നിന്ന് മാറിപ്പോകാം. കാരണം വീണ്ടും ഈ സ്റ്റോക്ക് ഇനിയും ഉയരുമെന്നുള്ള രീതിയിൽ നമ്മളൊരു ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% ഒക്കെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വീണ്ടും ഇങ്ങനെയുള്ള ഒരു അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കറക്ഷനിൽ സ്റ്റോക്ക് ഇത്രയും താഴെ പോയൊരു സ്റ്റോക്കിൽ ഒരുപക്ഷെ അവിടെയുള്ളൊരു താഴെ ലെവലിൽ നിന്ന് വാങ്ങിയവരും പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വരുമ്പോൾ വീണ്ടും 1700ലേക്കൊക്കെ കറക്റ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വാങ്ങിയാൽ പക്ഷേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ക്വിക്കായിട്ട് മടി കാണിക്കരുത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ യൂട്യൂബിൽ ഡിസ്കസ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് വെൽസ്പൻ എൻ്റർപ്രൈസ് വെലൻഡ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഈ സ്റ്റോക്കിന് ഒരു 163 ലെവലിലാണ് ഞങ്ങളൊരു $3000 ക്വാണ്ടിറ്റി വാങ്ങിയിരുന്ന ഒരു ക്ലയൻറ്റിൻ്റെ റിയൽ പൊസിഷനാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇദ്ദേഹം 163 സ്റ്റോക്ക് വാങ്ങിയിരുന്നത്, 3000 ക്വാണ്ടിറ്റിയോളം വാങ്ങിയിരുന്നെങ്കിലും പിന്നീട് സ്റ്റോക്ക് ഒരു കറക്ഷൻ സമയത്ത് 140 വരെയൊക്കെ ഈ സ്റ്റോക്ക് പോയിരുന്നു. പക്ഷേ അവിടെ അത് ഹോൾഡ് ചെയ്ത് പിന്നീട് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് 200 ലെവലിൽ വന്നപ്പോൾ നല്ല പ്രോഫിറ്റിലായി. അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റിൽ 15-20% പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കൺസോളിഡേറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ പിന്നെ വെയിറ്റ് ചെയ്ത് കൂടുതൽ സമയം ഇരിക്കാതെ നമുക്ക് ഇങ്ങനെയുള്ളൊരു 200 ലെവലിൽ എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ലെവലിൽ നമ്മളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 163 3000 സ്റ്റോക്സ് വാങ്ങിയത് 200 ബുക്ക് ചെയ്തപ്പോൾ $1,11,000 നമുക്ക് നെറ്റ് ഇതിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. എല്ലാ എക്സ്പെൻസസും ബ്രോക്കറേജ് എല്ലാം കഴിഞ്ഞാലും 1 lakhന്റെ പ്രോഫിറ്റാണ് നമുക്കവിടെ ഈ സ്റ്റോക്കിൽ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലരും വെലൻഡ് വാങ്ങിയിട്ടുണ്ടായിരിക്കും, നമ്മുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചും വാങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും ആ സെൽ ഓഫിൽ വീണ്ടും സ്റ്റോക്ക് വീണ്ടും 180 ലെവലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പലപ്പോഴും നല്ലൊരു സ്റ്റോക്കിൽ ഒരുവിധം നല്ല പ്രോഫിറ്റ് കണ്ടാൽ നമ്മൾ ഷോർട്ട് ടൈമിന് ഇൻവെസ്റ്റ്മെൻറ്റിന് വാങ്ങിയൊരു സ്റ്റോക്ക് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ ഇയറിൽ നമുക്കൊരു 15% ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനും വീണ്ടും ആ സ്റ്റോക്ക് തന്നെ താഴെ വാങ്ങാനായിട്ട് ശ്രമിക്കാൻ പാടില്ലെങ്കിൽ നല്ല സ്റ്റോക്കുകളിലേക്ക് മൂവ് ചെയ്യാനും നമ്മൾ മടി കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വർഷം നമുക്കൊരു ഇയർ എൻഡിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ്. സെയിൽ സ്റ്റീലാണ് മെയിനായിട്ടുള്ള പ്രോഡക്റ്റ്. ആ സ്റ്റോക്ക് കുറേ അധികം കാലമായിട്ട് താഴെ ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ചും ലോസിലായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ 815 crores പ്രോഫിറ്റാണ് ലാസ്റ്റ് മാർച്ച് ക്വാർട്ടറിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ 2017 ആ ക്വാർട്ടറിലെ റിസൾട്ടായിട്ട് പ്രീവിയസ് ഇയറിലെ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 771 crores ലോസാണ് 815 crores പ്രോഫിറ്റിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ മോർ ദാൻ ഒരു 1500 crores ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫുൾ ഇയറിനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ 12 months ലോസ് വരുന്നത് 481 crores ആണ്. അതിന് പ്രീവിയസ് ഫുൾ ഇയറിൻ്റെ ലോസ് 2833 crores ലോസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിലിൻ്റെ റിസൾട്ട് വളരെ ബെറ്ററായി വരുന്നു എന്നുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ക്ലിയർ ആയിട്ട് അതൊരു 84 ലെവലിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടോടുകൂടി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് ഒരു 90 ലെവലിലേക്കും അവിടെ നിന്ന് ഒരു മീഡിയം ടൈമിൽ ഒരു 98 ലെവലിലേക്കൊക്കെ മുന്നേറാനുള്ള പോസിബിലിറ്റി നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് കാണാം. ഒരു ഫിനാൻഷ്യൽ റിക്കവറിയുടെ ഒരു പാതയിലാണ് ഈ സ്റ്റോക്ക്. അതുകൊണ്ട് ഈ സ്റ്റോക്കും ഒരു ഷോർട്ട് ടൈമിലേക്ക് അല്ലെങ്കിൽ ഒരു മീഡിയം ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റേഴ്സിന് വളരെ റിസ്ക് കുറവ് എടുക്കാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുള്ളൂ, പക്ഷേ റിസ്ക് കുറവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു ക്വാർട്ടറിലൂടെ നല്ലൊരു റിസൾട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് വരുന്നതോടുകൂടി ഈ സ്റ്റോക്ക് വീണ്ടും ഒരു 98ലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഈ മ്യൂച്വൽ ഫണ്ട് റൂൾസും അതുപോലെ അഡീഷണൽ ASM പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മിഡ് ക്യാപ്സിൽ കുറേയധികം സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെന്നി സ്റ്റോക്സ് അല്ലെങ്കിൽ കുറേയധികം ഇൻവെസ്റ്റേഴ്സ് വില കുറവുള്ള സ്റ്റോക്കുകൾ ആക്ച്വലി ക്ലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് പോലും ഇല്ലാത്ത ബിസിനസ്സുകളിലൊക്കെ പോയിട്ട് കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേയധികം പല സ്റ്റോക്കുകളും 50% ഒക്കെ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും സൈറ്റുകളിലോ എവിടെയെങ്കിലുമൊക്കെ കണ്ടു വാങ്ങിയത്
ആണെന്ന് പറഞ്ഞാലും പൈസ പോകുന്നത് ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് തന്നെയാണ്, ഇൻഡിവിജ്വലായിട്ട് ആളുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരെ ബ്ലെയിം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇനി ഇവിടെ നിന്ന് എപ്പോഴും നമ്മുടെ പെന്നി സ്റ്റോക്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 30 റുപ്പീസിൻ്റെയോ 50 റുപ്പീസിൻ്റെയോ ഒക്കെ സ്റ്റോക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 20% കൂടുതൽ എക്സ്പോഷർ ഇങ്ങനത്തെ പെന്നി സ്റ്റോക്കുകൾക്ക് പോവാതിരിക്കാൻ പ്രത്യേകിച്ചും റീറ്റെയിൽ ക്ലയൻസ് ശ്രദ്ധിക്കണം. അതേസമയം നമ്മുടെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല കമ്പനീസ് ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ അവിടെയും നമ്മളൊരു പാർട്ട് നമ്മളെപ്പോഴും കുറച്ചുകൂടെ നല്ല കമ്പനീസിൽ കീപ്പ് ചെയ്യുന്നത് ഇനി ഈ 2019 എന്ന ഇയറിലെ ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ട്രേഡിങ്ങിന് ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകളൊന്ന് നോക്കാം. അതിൽ സ്റ്റോക്കുകൾ ഇന്ത്യൻ ബാങ്ക്, സെയിൽ, ടോറൻ പവർ, ഉജ്ജീവൻ ഫിനാൻസ്, KPIT, ജ്യോതി ലാബ്, സൺഫാർമ, അതുപോലെ ഗ്രാഫൈറ്റ് ഇൻഡസ്ട്രി എന്നീ സ്റ്റോക്കുകളാണ് ടെക്നിക്കൽ ബ്രേക്കൗട്ട് ഉള്ളത്. ഈ സ്റ്റോക്കുകൾ നമുക്ക് ട്രേഡിങ്ങിനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് അടുത്ത ആഴ്ചയിലേക്ക്. താങ്ക് യു.